Ramadan Majlis. Ramadan Majlis. Cleanse your soul with Radio Malayalam 98.6 FM. പ്രിയ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കാരുണ്യവാനായ നാഥൻ്റെ അനുഗ്രഹങ്ങൾ നമ്മിൽ വർഷിക്കുമാറാകട്ടെ. റമദാൻ മജ്ലിസിൽ ഇന്ന് പ്രാർത്ഥനയുടെ വെളിച്ചം എന്ന വിഷയത്തിൽ നിങ്ങളോട് സംസാരിക്കുന്നത് സുനില അബ്ദുൽ ജബ്ബാർ. വിശ്വാസിയെ അള്ളാഹുവുമായി ബന്ധിപ്പിക്കുന്ന സുവർണ പാശമാണ് പ്രാർത്ഥന. ആകാശലോകത്തിൻ്റെ വാതിലുകളിൽ മുട്ടിവിളിക്കുന്ന പ്രാർത്ഥനയാണ് വിശ്വാസിയുടെ ആയുധം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥനയിൽ അലംഭാവം കാണിക്കരുത്. പ്രാർത്ഥനയുള്ളവന് നാശം നേരിടേണ്ടി വരില്ല. പ്രാർത്ഥനാ നിർഭരമായ ജീവിതം നയിക്കുന്നവൻ ഭീരുവാകില്ല. അവൻ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടില്ല. ശക്തനും സർവജ്ഞനുമായ ദൈവത്തിന്റെ സാന്നിധ്യത്തെയും സാമീപ്യത്തെയും കുറിച്ച ബോധം ആശയോടെ കരുത്തോടെ മുന്നോട്ട് നീങ്ങാൻ അവനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, പ്രാർത്ഥന വിശ്വാസിയുടെ ആയുധമാകുന്നു, ദീനിന്റെ സ്തംഭമാകുന്നു, ആകാശഭൂമികളിലെ വെളിച്ചമാകുന്നു. മുന്നിലുള്ള വഴികളെല്ലാം അടഞ്ഞ് ഗതിയറ്റ നിമിഷങ്ങളിൽ, പ്രശ്ന സങ്കീർണതകളുടെ നിലയില്ലാ കയങ്ങളിൽ കരപറ്റാൻ കൈകാലുകളിട്ടടിക്കുമ്പോൾ, എത്തിപ്പിടിക്കാൻ ഒരു പുൽത്തുരുമ്പെങ്കിലും കിട്ടിയെങ്കിൽ എന്നാശിക്കുന്ന സന്ദർഭത്തിലാണ് ദൈവിക സഹായത്തെക്കുറിച്ച് ആശയും പ്രതീക്ഷയും വെളിച്ചമായി മുന്നിൽ തെളിയുന്നത്. നമ്മുടെ ഓരോ നിമിഷവും അള്ളാഹുവിന്റെ കാരുണ്യത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഒരു കഴിവും നമ്മുടെ കയ്യിലല്ല. നമ്മുടെ ശ്വാസോച്ഛ്വാസം നമ്മുടെ അധീനതയിലല്ല. ഏത് നിമിഷവും അത് നിലയ്ക്കാം. ദൈവത്തിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് നമ്മുടെ ജീവിതം. നിസ്സഹായനാണ് മനുഷ്യൻ. തന്റേതെന്ന് അവകാശപ്പെടാൻ ഒന്നുമില്ല. ഈ താൻ പോലും തന്റേതല്ല. ചോദിക്കാനുള്ളത് തന്റെ ദാസൻ തന്നോട് ചോദിക്കണമെന്നാണ് അള്ളാഹുവിന്റെ ആഗ്രഹം. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. തന്നോട് പ്രാർത്ഥിക്കാത്തവനോട് അള്ളാഹുവിന് വെറുപ്പാണ്. അള്ളാഹു പ്രസ്താവിച്ചു, എന്റെ ദാസൻ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നുവോ ആ വിചാരത്തോടൊപ്പമാകുന്നു ഞാൻ. അവൻ എന്നോട് പ്രാർത്ഥിച്ചാൽ ഞാൻ അവനോടൊപ്പം ഉണ്ടാവും. തന്റെ മുന്നിൽ പ്രാർത്ഥനയുടെ കൈക്കുമ്പിളുമായി വരുന്നവനെ വെറും കൈയോടെ തിരിച്ചയക്കാൻ അള്ളാഹുവിന് ലജ്ജയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകപ്പെടും, ധൃതി വയ്ക്കാത്തിടത്തോളം. പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാവേണ്ട മനോഭാവത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചന നൽകി. ഹൃദയങ്ങളെല്ലാം ബോധമുള്ളവ തന്നെ, പക്ഷെ ചില ഹൃദയങ്ങൾ മറ്റു ചിലതിനേക്കാൾ ഏറെ ബോധമുള്ളതായിരിക്കും. അതിനാൽ ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന ദൃഢവിശ്വാസത്തോടെയാവണം അവന്റെ തിരുമുമ്പിൽ ആവശ്യങ്ങൾ സമർപ്പിക്കുന്നത്. അശ്രദ്ധമായ ഹൃദയത്തിൽ നിന്നുയരുന്ന പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകില്ല. നിരന്തരം അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ സ്രഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള ബന്ധം സുദൃഢമാക്കുന്നു. പ്രാർത്ഥന ഹൃദയ സാന്നിധ്യത്തോടെയാകണം. പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകുമെന്ന് നിശ്ചയം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പാപമോ കുടുംബബദ്ധ വിച്ഛേദമോ ഇല്ലാത്ത വിധം ഒരടിമ നടത്തുന്ന ഏതൊരു പ്രാർത്ഥനയ്ക്കും അള്ളാഹു 3 വിധത്തിൽ പ്രതികരിക്കാം. ഒന്നുകിൽ ഉടനെ ഉത്തരം, അല്ലെങ്കിൽ പരലോകത്തേക്ക് മാറ്റിവെക്കാം, അതുമല്ലെങ്കിൽ തത്തുല്യമായ ഏതെങ്കിലും വിപത്ത് തട്ടിമാറ്റിക്കൊണ്ടുമാവാം. 3 പ്രാർത്ഥനകൾ അള്ളാഹു തിരസ്കരിക്കുന്ന പ്രശ്നമേയില്ല. നീതിമാനായ നേതാവിന്റെ, നോമ്പുകാരന്റെ, അയാൾ നോമ്പ് മുറിക്കുന്നതുവരെ മർദ്ദിതന്റെ ആ പ്രാർത്ഥന അന്ത്യനാളിൽ മേഘങ്ങൾക്ക് താഴെ അള്ളാഹു ഉയർത്തി നിർത്തും. വാനലോകത്തിന്റെ വാതിലുകൾ ആ പ്രാർത്ഥനയ്ക്കായി തുറക്കപ്പെടും. മാതാപിതാക്കൾ മക്കൾക്കു വേണ്ടി നടത്തുന്ന പ്രാർത്ഥനയും യാത്രക്കാരന്റെ പ്രാർത്ഥനയും ഉറപ്പായും സ്വീകരിക്കപ്പെടുന്ന പ്രാർത്ഥനകളിൽ ഉൾപ്പെടുന്നു എന്ന് ഹദീസുകളിൽ കാണാം. ആദം, നൂഹ്, ഇബ്രാഹിം, മൂസ, യൂനുസ്, ദാവൂദ്, അയ്യൂബ് അലൈഹിസ്സലാം തുടങ്ങിയ പ്രവാചകന്മാർ ജീവിതത്തിന്റെ വിവിധ സന്ദർഭങ്ങളിൽ നടത്തിയ പ്രാർത്ഥനയുടെ വിവരണം ഖുർആൻ സൂക്തങ്ങളിൽ നിറഞ്ഞുകിടക്കുന്നു. ദാസൻ തന്നോട് ചോദിക്കുന്നതിൽ സന്തോഷം കൊള്ളുന്ന അള്ളാഹു പുഞ്ചിരിയോടെ നൽകുന്ന പ്രത്യുത്തരമാണ് വിശ്വാസിയുടെ ജീവിതത്തെ ധന്യമാക്കുന്നത്. അള്ളാഹു അരുൾ ചെയ്യുന്നു, മനുഷ്യപുത്ര, ഒന്ന് നീ ചെയ്യേണ്ടത്, മറ്റൊന്ന് ഞാൻ ചെയ്യേണ്ടത്, മൂന്നാമതൊന്നും എനിക്കും നിനക്കുമിടയിൽ തുല്യമായി വേണ്ടത്. നീ ചെയ്യേണ്ടത് എനിക്ക് ആരാധന ചെയ്യുക, എന്നിൽ പങ്കു ചേർക്കാതിരിക്കുക. ഞാൻ ചെയ്യേണ്ടത് നീ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് പൂർണ്ണമായ പ്രതിഫലം നൽകുക. എനിക്കും നിനക്കുമിടയിലുള്ളത് നിന്നിൽ നിന്ന് പ്രാർത്ഥനയും എന്നിൽ നിന്ന് ഉത്തരവും. നിങ്ങളിൽ ആർക്കെങ്കിലും പ്രാർത്ഥനയുടെ വാതിൽ തുറക്കപ്പെട്ടാൽ അറിയുക, അവന് ദൈവകാരുണ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെട്ടു കഴിഞ്ഞു. രോഗം, ദുരിതം, വിപത്ത്, ക്ലേശങ്ങൾ എന്നിവയിൽ നിന്നുള്ള മോചനവും സൗഖ്യവും തേടുക എന്നതിനേക്കാൾ അള്ളാഹുവിന് പ്രിയങ്കരമായ ഒരു പ്രാർത്ഥനയുമില്ല. ആരാധനകളുടെ കൂട്ടത്തിൽ പ്രാർത്ഥനയോളം അള്ളാഹുവിങ്കൽ ശ്രേഷ്ഠകരമായ ഒരു കാര്യവുമില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നു. കാരണം അള്ളാഹുവിൻ്റെ ധന്യത അംഗീകരിക്കുകയും അടിമയുടെ കഴിവുകേടും അള്ളാഹുവിലേക്കുള്ള പരിപൂർണമായ തേട്ടവും യാചനയും അറിയിക്കുകയും ചെയ്യുന്ന ആരാധനയാണത്. പ്രതിസന്ധികളുടെ മൂർധന്യ വേളകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ പ്രാർത്ഥനകൾക്ക് അള്ളാഹു നൽകിയ മറുപടികളാണ് ആ ജീവിതം മുഴുവൻ. ഓരോ നിമിഷവും അള്ളാഹുവിനോട് ചോദിച്ചും വാങ്ങിയും അന്വേഷിച്ചും സങ്കടങ്ങൾ ഉണർത്തിച്ചും കഴിവുകേട് തുറന്നു പറഞ്ഞും സ്വർഗ കവാടങ്ങൾ മുട്ടി
വിളിക്കുന്ന റസൂലിന്റെ മുഖം നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരുന്നു. ദാസൻ തന്നോട് ചോദിക്കുന്നതിൽ സന്തോഷം കൊള്ളുന്ന അള്ളാഹു പുഞ്ചിരിയോടെ നൽകുന്ന പ്രത്യുത്തരമാണ് വിശ്വാസിയുടെ ജീവിതത്തെ ധന്യമാക്കുന്നത്. കരഞ്ഞുകേണുകൊണ്ടിരിക്കുന്ന തന്റെ ദാസന്റെ അർത്ഥനകളിൽ സന്തുഷ്ടനായ അള്ളാഹുവിന്റെ വരപ്രസാദമാണ് വിശ്വാസിയുടെ ജീവിതത്തിലെ ധന്യ മുഹൂർത്തങ്ങൾ. പുണ്യ റമദാനിൽ പ്രാർത്ഥന മുറുകെ പിടിച്ച് അള്ളാഹുവിന്റെ കാരുണ്യം നേടാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. നന്ദി. Ramadan Majlis.